ഒരു ലെയർ മാത്രമേ മോളിൽ കോവല് ഏതൊക്കെ രീതിയിലും ഇപ്പം പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അല്ല. ഇപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളെപ്പോഴും പോലത്തെ ട്രാവൽ വീഡിയോ ഒന്നും അല്ല കേട്ടോ, ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് നമ്മുടെ വീടിൻ്റെ ബാക്ക് യാർഡിൽ തന്നെ ഉള്ളൊരു വീഡിയോ കേട്ടോ. അപ്പം ഇവിടെ സമ്മറൊക്കെ തുടങ്ങാൻ പോവുകയാണ്. സമ്മറിന് മുമ്പായിട്ടുള്ള പ്രിപ്പറേഷനൊക്കെയാണ്. അപ്പം ഞാനും ഡാഡിയും ഉണ്ട്. അപ്പോൾ നമ്മുടെ ചാനലിൽ നമ്മുടെ ബാക്ക് യാർഡിലെ കൃഷിത്തോട്ടം ഒരു വീഡിയോ ഇട്ടിരുന്നു. ആ വീഡിയോ ഏകദേശം ഒരു 1.5 ലക്ഷം പേര് കണ്ടല്ലേ. 1.5 ലക്ഷം പേര് കാണുകയും ഒരുപാട് പേര് വിളിച്ചു ചോദിച്ചു എങ്ങനെയാണ് നിങ്ങൾ ചെയ്യുന്നത്, എന്തൊക്കെയാണ് ചെയ്തുകൊണ്ട് വരുന്നത്, എവിടുന്ന് വിത്ത് കിട്ടുന്നു, എവിടുന്നാണ് നിങ്ങൾ, എങ്ങനെയാണ് അതിൻ്റെ കൃഷി രീതികൾ, വിത്തുണ്ടോ, ഒരുപാട് പേര് വന്ന് കണ്ടുപോയി. അപ്പം അതിൻ്റെയൊക്കെ ബേസിലാണ് നമ്മൾ പുതിയ കുറച്ച് വീഡിയോസ് എങ്ങനെ അമേരിക്കയിൽ തന്നെ കൃഷി ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് വേണ്ടി സപ്പോർട്ട് നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മുടെ ഒരു ലോ ബഡ്ജറ്റിൽ നമുക്ക് പറ്റുന്ന രീതിയിൽ നമുക്ക് വീടുകളിൽ തന്നെ കൃഷി എങ്ങനെ ചെയ്യാം, അതിനൊരു എന്താ പറയുക ഹെൽപ്പിന് വേണ്ടി ആഴ്ചയിൽ എപ്പോഴെങ്കിലുമൊക്കെ നമ്മൾ കൃഷി ചെയ്യുന്ന അനുസരിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു ബേസിക് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലേ. എന്താ പറയാനുള്ളത്? നമ്മള് തണുപ്പെല്ലാം കഴിഞ്ഞ് ചൂട് ഇങ്ങനെ വെന്ന് തുടങ്ങി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ഇനിയിപ്പോ നമുക്ക് ഫസ്റ്റ് നടണ്ടി നമുക്ക് ഇപ്പോൾ നട്ടാലേ നമുക്ക് അന്നേരത്തേക്ക് കിളിച്ചു വരാൻ പാകത്തിന് ഇപ്പൊ കോവലാണ് ഫസ്റ്റ് നമ്മൾ നടേണ്ടത്. ഓക്കെ, കോവല് നടന്നത് നമ്മൾ 3 രീതിയിലാണ് ഇവിടെ നടന്നത്. ഓക്കെ, അപ്പോൾ ഇന്ന് ബേസിക് ആയിട്ട് തുടക്കം നമ്മൾ കൃഷി തുടങ്ങിയൊന്നുമില്ല. നമ്മൾ ബാക്ക് യാർഡ് കണ്ട് അറിയാം, എല്ലാ പഴയ പോലെ കിടക്കുന്നുള്ളൂ, മഞ്ഞൊക്കെ മാറി അപ്പം ഇലയൊക്കെ കിടക്കുകയാണ്. അതൊക്കെ ക്ലീൻ ചെയ്യണം ആദ്യം. ഒക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ഓടിച്ച് വൃത്തിയാക്കാനുണ്ട്. ഇവിടെ ചെയ്യുന്ന കാര്യത്തിൻ്റെ ബേസിക്സ് വലിയ നമ്മൾ കൃഷിക്കാരൊന്നുമല്ല, ബട്ട് നമ്മൾ വീട്ടിൽ ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാവർക്കും വീടുകളിൽ ചെയ്ത് ട്രൈ ഔട്ട് ചെയ്യാനും അല്ലെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആവാൻ വേണ്ടിയുള്ള ഒരു കിടിലം വീഡിയോ ആയിരിക്കും മുന്നോട്ട്. അപ്പോൾ ഫുള്ള് കണ്ടു നോക്കാം അല്ലേ. ഓക്കെ, നമ്മളിന്നിപ്പം പറമ്പെല്ലാം ഒരുമാതിരിയൊക്കെ ക്ലിയർ ആണ്. ഇനി നമുക്കിനി ചൂട് നല്ലോണം വന്നാലേ അതിൻ്റെ തുടങ്ങി കൊടുക്കുള്ളൂ. നമുക്ക് ആദ്യം വേണ്ടിയത് നമ്മൾ കോവല് നമ്മൾ എങ്ങനെ നടണം, നമ്മൾ എങ്ങനെ കിളിപ്പിക്കണം. ഇപ്പോഴേ നമ്മൾ കിളിപ്പിച്ചാലേ നമുക്ക് ആ സമയമാകത്തിന് നമുക്കത് പന്തലേ കയറുകയുള്ളൂ. അപ്പം അതിന് നമ്മൾ ഒരു കോവലിൻ്റെ വള്ളിയാണിത്. ഇതിപ്പോൾ നമ്മൾ 3 രീതിയിൽ നടന്ന രീതിയാണ് കാണിക്കുന്നത്. ഒന്നാമത്തെ രീതി നമ്മൾ 3 മുട്ട് മേലെ വേണം വെച്ച് മുറിക്കാൻ. 1, 2, 3 ഈ 3 മുട്ടിൻ്റെ മേലെ വെച്ച് മുറിക്കുമ്പോൾ പകുതിക്ക് വെച്ച് മുറിക്കാവും. പകുതി സ്ഥലം നമുക്ക് വിടണം, പകുതി ഇതിൻ്റെ പകുതിക്ക്. അത് കഴിഞ്ഞ് അടുത്ത 3, 1, 2, 3 അതിൻ്റെ പകുതി. തല മാറിപ്പോകല്ലേ, അങ്ങോട്ട് തലയും പാലും ഒരേപോലെ ഇരിക്കണം. ഇനി അടുത്തത് വെച്ചാൽ വേറെ രീതിയിൽ നടന്നതാണ്, അത് നമുക്ക് കാണിച്ചു തരാം. അത് ഇതേപോലെ നമ്മൾ ചെറിയ രീതിയിൽ ഒന്ന് ചുറ്റണം. ചുറ്റി വളച്ച് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെ വളച്ച്, അപ്പം നമ്മൾ ഇതും മണ്ണിനകത്ത് ഇട്ടാൽ ഓരോ മുട്ടയിലും നമുക്ക് കണ്ണ് മുളച്ച് വരും, വേര് താഴോട്ടും വരും. അപ്പോൾ എല്ലാ മുട്ടും പോകും. അഥവാ നമുക്ക് ഉണങ്ങുകയാണെങ്കിൽ വാടുകയാണെങ്കിൽ ഈ 2 സൈഡും ഈ സൈഡുമേ മാത്രമേ വാടത്തുള്ളൂ. നമ്മൾ മുറിച്ച് വെക്കുമ്പോൾ നമുക്ക് കൂടുതൽ നഷ്ടപ്പെടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് നമുക്ക് ഒരിക്കലും നഷ്ടപ്പെടത്തില്ല. എല്ലാ കണ്ണയിലും നമുക്കിത് മുള വരും. ഇത് നമ്മൾ ഫിക്സഡ് ആയിട്ട് വെക്കുന്നുണ്ട്, ബക്കറ്റിൽ തന്നെ വെക്കാൻ വേണ്ടിയിട്ടാണ്. ബക്കറ്റിൽ വെക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ തണുപ്പ് കാലമാണല്ലോ, തണുപ്പിന് നമുക്ക് പിന്നെ പെരക്കകത്ത് എടുത്ത് വെക്കണം തണുപ്പ് സമയത്ത്. അത് നമ്മൾ ഫസ്റ്റ് നടന്ന് എങ്ങനെയാണെന്ന് നമ്മൾ കാണിച്ചു തരികയാണ്. ഇത് നമ്മൾ ഈ ബക്കറ്റിനകത്ത് ഒരു 1/2 ബക്കറ്റ് മണ്ണെടുക്കുക. മണ്ണ് രണ്ടും കൂടെ മിക്സ് ചെയ്താണ്, നമ്മൾ മേടിക്കുന്ന മണ്ണും ഈ മണ്ണോട് മിക്സ് ചെയ്തതാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിൽ കരിയില ഇടണം ഒരു ശകലം. പിന്നെ ബക്കറ്റിന് ഹോള് വേണം. ഈ ഹോളെന്ന് വെച്ചാൽ ഇതിലൊക്കെ വേരിനിയും ഇത് കിളിച്ച് വരുമ്പോൾ വേര് വരും. പുറത്തു നിന്നുള്ള വളം കൂടെ വലിച്ചെടുക്കാനുള്ള വേണ്ടിയിട്ടാണ് ഹോളിടുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ ഇതേപോലെ ചുറ്റി നമ്മൾ ഈ ബക്കറ്റിൻ്റെ ഉള്ളിലൊക്കെ ഇറക്കി വെക്കും. ബക്കറ്റിനുള്ളിൽ ഇറക്കി വെച്ച് നമ്മൾ അതേ സെയിം മണ്ണ് തന്നെ ഇതിൻ്റെ പുറത്ത് ഫുള്ളായിട്ടിടരുത്, ഒരു 1/2 ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുത്ത് അത് ഒരു ലെവലിനാക്കിയിട്ട് വെച്ച് വെക്കുക. അപ്പോൾ നമ്മൾ ഓരോ കണ്ണിക്കും തിരി വരും. ആ തിരി വരുമ്പോൾ അത് മേലോട്ട് വരും, അതിന് വേര് താഴോട്ടും വരും. ഇങ്ങനെ ഇട്ട് വെക്കുക. ഇങ്ങനെ ഇട്ട് കുറച്ചിപ്പോൾ നമ്മളിപ്പോൾ ഈ തണുപ്പ് ഇവിടെ ആയതുകൊണ്ട് കുറച്ച് പെരക്കകത്ത് വെക്കണം. ഒരു 10 ദിവസം പെരക്കകത്ത് വെക്കുമ്പോൾ ഇതിനെല്ലാം മുള വരും. അങ്ങനെയാണ് നമ്മൾ ഒന്നാമത്തെ രീതി. ഇനി നമുക്ക് രണ്ടാമത്തെ രീതിയിൽ നടന്നതാണ്. ഇത് നമ്മൾ സാധാരണ നമ്മൾ നാട്ടിലും എല്ലാവരും നടന്ന ഇതേ രീതിയിലാണ്. പക്ഷേ ഈ രീതിയും വ്യത്യാസമുണ്ട്. ഇതിപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിൻ്റെ ഇവിടുന്ന് പെട്ടെന്ന് വാട്ടം വരും. അതേപോലെ ചുവട്ടിൽ നിന്നും വാട്ടം വെള്ളം നനഞ്ഞിട്ട് അത് അഴുകാൻ തുടങ്ങും.
അപ്പോൾ അതിലും നല്ല ഫസ്റ്റിൽ ഇതാണ് നമുക്ക് എല്ലാവർക്കും സക്സസ് ആകുന്നത്. ഇത് കുഴപ്പമൊന്നുമില്ല. നമ്മുടെ നാട്ടിലെല്ലാവരും നടന്നത് ഇങ്ങനെ തന്നെയാണ്. നമ്മൾ കുഴിയെടുത്ത് ചട്ടിക്കകത്ത് മണ്ണെടുത്ത്, സാധാരണ നമ്മൾ നാട്ടിലൊക്കെ മണ്ണിൽ തന്നെയാണ് കുഴിച്ചിടുന്നത്. നമുക്കിവിടെ പറ്റാത്തതുകൊണ്ട് ഇവിടെ കിളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ആദ്യം ചട്ടിക്കകത്ത് എടുക്കുന്നത്. ചട്ടിയിലെടുത്ത് കുഴി ഉണ്ടാക്കി ആ കുഴിക്കകത്ത് ഈ മുട്ട് ശരിക്കും താഴെ പോകണം. ഈ ഒരു മുട്ട് മേലെ കാണണം. അതേപോലെ ഈ 2 കമ്പും നമ്മൾ ഇതേപോലെ ചെയ്യണം. മുകളിൽ നിന്ന് ഈ ചൂട് വരുമ്പോഴത്തേനെ ഏറി വന്നാൽ ഇവിടെ വരെയും വരും, ഈ തണ്ടിൻ്റെ അവിടെ വരെയും വരത്തുള്ളൂ. അത് അടുത്ത തണ്ട് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ 3 തണ്ട് വെച്ച് വെക്കുന്നത്. അപ്പോൾ അത് ഇതേപോലെ കുഴിച്ചിട്ട്, ഇതിനെ പ്രത്യേകിച്ച് മണ്ണ് വേറെ ഇടേണ്ട ആവശ്യമില്ല. എന്നാലും കുറച്ച് മണ്ണ് നമുക്ക് നല്ല കമ്പനി മണ്ണുണ്ടല്ലോ, മേടിച്ച മണ്ണുണ്ട്, അത് അതിനകത്ത് ഇട്ട് കൊടുക്കാം. ഇത് നമ്മുടെ നാടൻ രീതിയാണ്. നാട്ടിൽ എല്ലാവരും ഇങ്ങനെ ചെയ്യുന്നത്, എല്ലാവരും ഇങ്ങനെ തന്നെയാണ് നടുന്നത് കോവ. അത് കുറച്ചൊന്ന് അമുക്കി കൊടുക്കണം, അല്ലെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ ചൂടിറങ്ങും. ഒരു കണ്ണിപ്പോൾ താഴെ പോയി, മേലെ നമുക്ക് 2 കണ്ണുണ്ട്. ഈ 2 കണ്ണിൽ നമുക്ക് കിളിപ്പ് വരണം. അതേപോലെ ഇതിനുമുണ്ട് 2 കണ്ണ്. ഇത് നമുക്ക് ഒന്നിന് ചിലപ്പം വേര് താഴോട്ട് വരും, അവിടുന്ന് തന്നെ കണ്ണ് വരും. ഈ കണ്ണ് 2 എണ്ണം മേലെ വേണം, 1 കണ്ണ് താഴെ വേണം. ശരിക്കും തിരിച്ചാൽ വേണ്ടിയത് 2 കണ്ണ് അടിയിൽ പോയാൽ നമുക്ക് ഒരു മുളയെ കിട്ടത്തുള്ളൂ. അപ്പോൾ അതിന് നല്ലത് ഇത് കിട്ടും, പെട്ടെന്ന് ഇത് വളർന്ന് വരും. അപ്പം ഇങ്ങനെയാണ് രണ്ടാമത്തെ മെത്തേഡ്. പിന്നെ ഇതിനകത്തൊക്കെ നമ്മൾ വെള്ളം ഒഴിക്കുന്നത് സ്പ്രേ ചെയ്ത് വേണം വെള്ളം ഒഴിക്കാൻ. കുത്തി ഒഴിക്കരുത്, സ്പ്രേ ചെയ്യിക്കുക. അത്രയും നനയാൻ പാടുള്ളൂ കോവയ്ക്ക്. ഇപ്പോൾ കിളിച്ചു വന്ന് പന്തല കയറുന്ന സമയത്ത് അതിന് ഫുൾ ടൈം വെള്ളം വേണം, നല്ല വെള്ളം വേണം. നല്ല വെള്ളം ഉണ്ടെങ്കിൽ ഇഷ്ടംമാതിരി കോവയ്ക്ക ഉണ്ടാവും. നമ്മൾ വളം ഇടുന്നതിനേക്കാൾ കൂടുതൽ വെള്ളമാണ് അതിനാവശ്യം. അപ്പം നമ്മുടെ 3ാമത്തെ രീതിയിലാണ് നമ്മൾ നടുന്നതല്ലത്. ഇത് നമ്മൾ വേര് പൊട്ടിക്കുക, അല്ലെങ്കിൽ കണ്ണുണ്ടാക്കുക, മുള വരുത്തുക. അത് മാത്രമേ ഇതിനകത്ത് ഈ അടുത്ത 3ാമത്തേനെ പറ്റത്തുള്ളൂ. ഇത് നമ്മൾ ഒരു കുപ്പിക്കകത്ത് വെള്ളം എടുത്ത് വെക്കുക. അതിതുപോലെ കോവലിൻ്റെ വള്ളി തലയും പാലും നോക്കിയിട്ട് പിന്നെ നമ്മളിനകത്ത് ഇറക്കി വെക്കുക. ഈ ഇറക്കി വെക്കുന്നതിൽ ഈ 2 കണ്ണും അടിയിൽ പോകണം. ഈ 2 കണ്ണും അടിയിൽ പോകണം. നമ്മളൊരു 15 ദിവസം കഴിയുമ്പത്തിന് ഇതിൻ്റെ ചുറ്റിനും നല്ല വേരുകളുണ്ടാവും. അപ്പോൾ ലാസ്റ്റ് ഇതിൽ നമുക്ക് കണ്ണും വരും. വേരാണെങ്കിൽ ആദ്യം ഇതിനകത്ത് വരുന്നത് നല്ലോണം വേര് വന്ന് പൊതിയും. അപ്പോൾ നമുക്കിതിനകത്ത് കാണാം, ഈ ക്ലാസ്സിൽ കൂടെ കാണാം വേര് വന്ന് വട്ടത്ത് നിൽക്കുന്നത്. ചൂട് തുടങ്ങുമ്പോൾ നമ്മൾ പുറത്ത് പറമ്പിൽ കുഴിച്ചിടാം, അല്ലെങ്കിൽ ബക്കറ്റിലാക്കി വെക്കാം. അങ്ങനെ ആ രീതിയിലാണ്. അപ്പോൾ ഈ രീതിയിലാണ് ഇങ്ങനെ 3ാമത്തെ മെത്തേഡാണിത്. ഇത് അനക്കാതെ കൊണ്ടുപോയി ഒരു സ്ഥലത്ത് വെക്കണം. കുറച്ച് ഇപ്പം ചൂട് ഉള്ള ഇല്ലാത്ത സമയമായതുകൊണ്ട് ചെറിയൊരു ചൂട് കിട്ടിയാൽ പെട്ടെന്ന് ഉപ്പ് വളരും. നമ്മൾ ഹീറ്റിൻ്റെ അടുത്തൊക്കെ കുറച്ചടുത്ത് വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് വേര് വരും. ഇതാണ് നമ്മുടെ 3 രീതിയിലുള്ള കോവൽ നടുന്നതിൻ്റെ രീതി. ഇതിപ്പം എങ്ങനെ വന്നാലും ഇത് 3ഉം കിളിക്കും. കാരണം ഇതിന് സമയം കിളിക്കുന്ന ടൈമാണ്, ഇപ്പം നടന്ന സമയമാണ് ഇത് കോവലിൻ്റെ. ഇത് നട്ട് നിങ്ങളതിൻ്റെ അഭിപ്രായം അറിയിക്കുക. അതേപോലെ ഇതുപോലെ നിങ്ങളും ചെയ്ത് അതിൻ്റെ അഭിപ്രായം അറിയിക്കുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ബാക്കി പുതിയ പുതിയ വീഡിയോകളുമായിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതാണ്. ഓക്കെ, ബൈ ബൈ ബൈ. നമ്മളിത് ഫസ്റ്റ് രീതിയിൽ നട്ടതുപോലെ ഉള്ള ഒരു വള്ളിയാണിത്. കഴിഞ്ഞ കൊല്ലം നമ്മൾ ലാസ്റ്റ് മുറിച്ച് ഇതേപോലെ നട്ടിരുന്നു. ഇപ്പോൾ അതിപ്പം കിളിച്ച് വന്ന് നമ്മൾ ക്ലിയർ ആയിട്ടുണ്ട്. അതിനി മുളകൾ അപ്പുറമൊക്കെ ഉണ്ട്. ഇതിപ്പോൾ നമ്മൾ നേരെ എടുത്ത് പറമ്പിൽ വെച്ചാൽ മതി. പറമ്പിൽ വെച്ച് മണ്ണിൽ വെച്ച് ഇത് പന്തലേക്ക് കയറിക്കോളും. അപ്പോൾ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു പ്രതീക്ഷിക്കുകയാണ്. ഇനി ഇതുപോലത്തെ ഒരുപാട് ആക്ടിവിറ്റീസ് പുറകെ വരുന്നുണ്ട് കേട്ടോ. അപ്പം പ്രകൃതിയെയും കൃഷിയെയും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കൻ കാഴ്ചകൾ കാണാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ എല്ലാവരും സേഫായിട്ട് ഹാപ്പി ആയിട്ടും ചിരിച്ച് കളിച്ച് സമാധാനമായിട്ട് വീട്ടിലിരിക്കുക. സീ യു സൂൺ.